Hi friends, welcome to Catwalk Fashions. ആദ്യം തന്നെ നമ്മളുടെ വീഡിയോ ഇത്രയും ലാഗ് ആയത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസ് എല്ലാം ഇത്രയും ലാഗ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സർഫസ് ഓർണമെൻറ്റേഷൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. സർഫസ് ഓർണമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയുടെ പ്രതലത്തിൽ എന്തൊക്കെ മോടി പിടിപ്പിക്കാനായി നമുക്ക് ചെയ്യാമോ അതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മെയിനായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ, ട്രഡീഷണൽ എംബ്രോയ്ഡറി വർക്കുകൾ, സീക്വൻസ് വർക്കുകൾ, ബീഡ് വർക്കുകൾ, ആരി വർക്കുകൾ, മിഷൻ എംബ്രോയ്ഡറി വർക്കുകൾ, ഫാബ്രിക് പെയിൻറ്റിങ്സ്, ഇതെല്ലാം സർഫസ് ഓർണമെൻറ്റേഷനിൽ പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സർഫസ് ഓർണമെൻറ്റേഷൻ്റെ ബേസിക് സ്റ്റെപ്പ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ ഫസ്റ്റ് വൺ മല്ലുതുണിയാണ്. മല്ലുതുണി നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മല്ലുതുണി പല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ മല്ലുതുണി ഉപയോഗിക്കുന്നത്. ഇതൊരു 1/2 മീറ്ററൊക്കെ നമുക്ക് മതിയാവും. പിന്നെ ഈ ക്ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഇഴയടുപ്പം ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു ലെയറിൽ കണ്ടോ മാക്സിമം അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് ഈ ക്ലോത്തിൻ്റെ ഇഴകൾ വന്നിരിക്കുന്നത്. ഇത് വളരെ ഗ്യാപ്പോട് കൂടിയിട്ടുള്ള ഇഴകളുള്ള മല്ലുതുണി നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മൾ മേടിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അകലം കൂടും തോറും ഈ ക്ലോത്ത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ സ്വെറ്റാവും. അപ്പോൾ നമ്മുടെ കൈയുടെ വേർപ്പൊക്കെ തൊടുമ്പോൾ തുണി പെട്ടെന്ന് കേടുവരാനായിട്ട് സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് മോശമായി പോവും, പഴന്തുണി പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ തിരഞ്ഞെടുക്കണം. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിന് മീറ്ററിനൊരു 95 ഒരു 100 ആ റേഞ്ചാണ് വരുന്നുള്ളൂ. ഒരു മീറ്ററിന് ഒരു 100 110 മാക്സിമം അത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 1/2 മീറ്റർ മതിയാവും നമുക്ക് സ്റ്റിച്ചുകളൊക്കെ കവർ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് നീഡിലാണ്. സൂചി ഇല്ലാതെ നമുക്ക് തുന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നീഡിലിൻ്റെ ഒരു സെറ്റ് തന്നെ മേടിക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നീഡിൽ സെറ്റാണ്. ഇതിൽ എങ്ങനെ നീഡിൽ സെറ്റ് മേടിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ടോ പല സൈസിലുള്ള നീഡിൽസ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേത് സൈസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമുക്ക് സൈസ് നോക്കി സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഇതിപ്പോൾ നമ്മൾ ഈ നീഡിൽ ബോക്സിൻ്റെ താഴെയുള്ള ഭാഗത്ത് ഒരു ചെറിയ ഹോൾ ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ, ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് ഒരു ചെറിയ ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിന് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഹോളിൽ നിന്നാണ് നീഡിൽ വേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള നീഡിൽ പുറത്തേക്ക് വരിക. അപ്പോൾ അതിന് ഒന്ന് എടുക്കുക, ബാക്കിയുള്ളത് അതേപോലെ ആ ഹോളിലേക്ക് തന്നെ തിരിച്ചിടുക. നേരെ റിവേഴ്സ് കൊണ്ടായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ്സ് ആണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ത്രെഡുകളാണ്. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡുകൾ എന്ന് പറയുന്നത് ഡോളി, രംഗോലി എന്നൊക്കെ പറയുന്ന കമ്പനികളുടെയാണ്. ഈ വൈറ്റും റെഡും കളറിൽ വരുന്ന ബാൻഡ് വരുന്നത് ഡോലി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. കണ്ടോ? അതുപോലെ ഈ ബ്ലാക്കിൽ ഗോൾഡൻ ലെറ്റേഴ്സ് വരുന്നത് രംഗോലി എന്ന് പറഞ്ഞിട്ടുള്ള നെയിമിലാണ്.
ഇതൊക്കെ ചെറിയ എമൗണ്ടിന് മേടിക്കാൻ കിട്ടുന്ന ത്രെഡുകളാണ്. പഠിക്കാനായിട്ട് നമുക്ക് ഈ ഡോലി രംഗോലി പോലുള്ള ത്രെഡുകൾ മാത്രം മതിയാവും. പക്ഷെ നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ത്രെഡുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇത് ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ കളർ ഫെയ്ഡ് ആവാനും അതുപോലെ ഇതിൽ ചെറിയ നൂലെടുക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് ഡാമേജ് ആവും. പഠനാവശ്യത്തിനാവുമ്പോൾ നമ്മളത് വാഷ് ചെയ്യൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മറ്റ് ഡ്രസ്സുകളിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് നനച്ച് കഴിഞ്ഞാൽ കളർ ഫെയ്ഡായി പോകാനും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും റിസ്ക് എടുക്കരുത്. ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ത്രെഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കുമ്പോൾ നമുക്ക് ഈ ഡോലി രംഗോലി ത്രെഡുകളൊക്കെ ഉപയോഗിക്കാം. ഇതിന് 3 രൂപ 4 രൂപയൊക്കെയാണ് ഇങ്ങനെ ഒരു ബഞ്ചിന് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ഫ്രെയിമാണ്, അഥവാ എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയും. ഇതിലിങ്ങനെ സൈസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇതൊരു 6 സൈസ് നമ്പറാണ്. അതുപോലെ പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്നത് ഒരു 12 ഇഞ്ച് 14 ഇഞ്ചൊക്കെ സൈസ് വരുന്ന ഫ്രെയിമാണ്. ഇത് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പുകളിൽ. ഇത് ചെറിയ മോട്ടിഫുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രെയിമാണ്. ഇതുപോലെ തന്നെ പല സൈസിൽ നമുക്ക് കിട്ടും. ഒരു നെക്ക് ലൈനോ സാരി ബോർഡേഴ്സോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ സൈസ് ഫ്രെയിം വേണം. അപ്പോൾ സ്റ്റാൻഡിലൊക്കെ നമുക്ക് പിടിപ്പിക്കുമ്പോൾ 14 ഇഞ്ച് 12 ഇഞ്ചിൻ്റെ ഒക്കെ ഫ്രെയിം നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം മാർക്കിംഗ് പെൻസിലുകളാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാമലിൻ്റെ കളർ പെൻസിലുകളാണ്. അതിൽ നമുക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ക്ലോത്തിൻ്റെ കളറിനനുസരിച്ചിട്ടായിരിക്കും ഷെയ്ഡ്സ് ഉപയോഗിക്കേണ്ടി വരിക. പരമാവധി ഡാർക്കായിട്ട് കൊടുക്കാതിരിക്കുക. കാരണം ലൈറ്റ് കളർ ക്ലോത്തുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്പ്രെഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കളർ നോക്കിയിട്ട് എന്നാൽ ഒരുപാട് ഡാർക്ക് അല്ലാത്ത രീതിയിലുള്ള കളേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കളർ പെൻസിൽസ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരാളാണ് ട്രിമ്മർ അഥവാ ത്രെഡ് കട്ടർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെറിയ നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ഒരു 30 സെൻറ്റിമീറ്റർ വരുന്ന സ്കെയിലാണ്. പിന്നെ നമുക്ക് കാർബൺ ഷീറ്റുകൾ ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോൾ പഠിച്ച സ്റ്റിച്ചുകളിനെ ഒരു മോട്ടിഫിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് സ്വന്തമായിട്ട് ഫ്രീ ഹാൻഡ് വരയ്ക്കാം. അല്ലാത്തവർക്ക് പിക്ചറുകൾ ട്രേസ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ട്രേസിങ് ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് പിക്ചേഴ്സ് ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ യെല്ലോ കാർബണോ ഓഫ് വൈറ്റ് കാർബണോ ഒക്കെ ആണ് നമ്മൾ ലൈറ്റ് കളേഴ്സിലേക്ക് അതുപോലെ ഡാർക്ക് കളേഴ്സിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. ബ്ലാക്കിലേക്കൊക്കെ നമ്മളെപ്പോഴും ഈ ഓഫ് വൈറ്റ് കളറുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. വൈറ്റ് ക്ലോത്തിലേക്കൊക്കെ ഈ യെല്ലോ കളർ കാർബൺസാണ് യൂസ് ചെയ്യാറ്. അപ്പം ഈ കളേഴ്സ് ആകുമ്പോൾ എന്താ വെച്ചാൽ തുണിയിൽ വല്ലാണ്ട് കളർ സ്പ്രെഡായി പോവില്ല എന്ന് നമുക്ക് മാർക്ക് ചെയ്യുന്നത് തെളിഞ്ഞ് കാണാനായിട്ടും പറ്റും. നമ്മൾ പേപ്പറിൽ യൂസ് ചെയ്യുന്ന പോലെ ബ്ലാക്കും ബ്ലൂ ഒന്നും ക്ലോത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് പിക്ചേഴ്സ് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വേണ്ട മെറ്റീരിയൽസ്. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ഹാൻഡ് എംബ്രോയ്ഡറി സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബേസിക് സ്റ്റിച്ച് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കാരണം ഒരുപാട് സ്റ്റിച്ചുകൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ബേസിക് സ്റ്റെപ്പ് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പേർട്സിന് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 2 വീഡിയോസിനും നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയതാണ്. അതുപോലെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഫാഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.